ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് എൻ്റെ പ്രായത്തിലുള്ള ഒത്തിരി പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് PCOD അല്ലെങ്കിൽ PCOS. അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണ് PCOD അല്ലെങ്കിൽ എങ്ങനെ വളരെ ലൈറ്റായിട്ട് PCODനെ കുറിച്ച് മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. PCOD അഥവാ PCOS അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് കുറേ സിംറ്റത്തിന്റെ ഒരു കളക്ഷനാണ്. നമുക്കിത് അസുഖം വന്നാൽ, അസുഖം ഞാൻ പറയുന്നില്ല, ഒരു കണ്ടീഷൻ വന്നാൽ നമുക്ക് പല സിംറ്റവും ഇത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പം ഇത് പ്രധാനമായിട്ടും 95% അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികളിലാണ് കാണുന്നത്. അതിൽ തന്നെ കുറച്ച് ഒബീസ് ആയിട്ടുള്ള, കുറച്ച് വണ്ണമുള്ള കുട്ടികളിലാണ് നമ്മൾ മെയിൻലി ഇത് കാണുന്നത്. അപ്പം വണ്ണമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ BMI എടുക്കുകയാണെങ്കിൽ BMI 30 മേലെയുള്ള കുട്ടികൾക്ക് ഇത് പ്രധാനമായിട്ടും കാണുന്നത്. അല്ലാതെ നമ്മൾ വളരെ മെലിഞ്ഞ ശരീരത്തിലുള്ള കുട്ടികളിലും കാണുന്നില്ല എന്നല്ല, അവരിലും ഉണ്ട്. പക്ഷെ ഇത് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് വണ്ണമുള്ള കുട്ടികളിലാണ്. അപ്പം മെയിൻലി സിംറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പം അതിലെ ഏറ്റവും വലിയൊരു സിംറ്റം എന്ന് പറയുന്നത് ആർത്തവ ചക്രത്തിലുള്ള വ്യതിയാനമാണ്, അതായത് ഇറഗുലർ മെൻസ്ട്രൽ പീരീഡ് ആണ്. അപ്പം അത് പലരിലും പല രീതിയിലായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുക. ചിലർക്ക് 2 മാസം കൂടുമ്പോഴായിരിക്കും, ചിലർക്ക് 6 മാസം കൂടുമ്പോഴായിരിക്കും പീരീഡ്സ് ആവുക. ചിലരിൽ 1 മാസം തന്നെ 2 തവണയാകും. അതും നോർമലി നമ്മൾ 2 മുതൽ 3 പാഡ് വരെയാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ആളുകളിൽ 5-6 പാഡുകൾ ഉപയോഗിക്കേണ്ടി വരും. അതും ഭയങ്കരമായ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ പീരീഡ് ആയിരിക്കും, ഭയങ്കരമായ വയറുവേദനയായിരിക്കും. പിന്നെ കാണാൻ പറ്റുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലാണ്. അപ്പം വളരെ മുടി കൊഴിയുക, പിന്നെ നമ്മൾ കഴുത്തിന് പുറകിൽ കറുത്ത പാടുകൾ വരിക, ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ്. അപ്പം ഇന്ന് നമ്മളിത് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ പലരിലും ഇപ്പോൾ നമ്മൾക്ക് ഉണ്ടാകും PCOD, പക്ഷെ നമ്മളാരും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നമ്മളൊരു മെൻസ്ട്രൽ പീരീഡിൽ ഒരു ഇറഗുലാരിറ്റി വന്നാൽ നമ്മളത് കാര്യമാക്കി എടുക്കില്ല. പിന്നെ നമ്മൾ കല്യാണമൊക്കെ ശേഷം കുട്ടികൾ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് പിന്നീട് ഇൻഫെർട്ടിലിറ്റി വരുമ്പോൾ ആണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് നിങ്ങൾക്കിപ്പം ഇറഗുലർ പീരീഡ്സ് ഉണ്ടെങ്കിൽ തന്നെ, അതായത് 3-4 മാസം കൂടുമ്പോൾ ഉണ്ടാവുന്നതെങ്കിൽ പോലും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ PCODക്ക് വേണ്ട സ്കാൻ ലൂസിലി എടുത്ത് നോക്കുക. എന്നിട്ട് PCOD ഇല്ലാന്ന് ഉറപ്പ് വരുത്തുന്നത് വളരെ അത്യാവശ്യമാണ് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം ഒരു 4 പേര് എടുക്കുകയാണെങ്കിൽ 2 പേർക്കും ഈ ഒരു കാലഘട്ടത്തിൽ PCOD ഉണ്ട്. അപ്പം നമുക്കത് ഇല്ലാതിരിക്കും. കാരണം കൂടുതലായിട്ട് PCOD ഉണ്ടായാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാൻ, അതായത് വന്ധ്യത ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അന്ന് നമ്മളത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നത് നല്ലത്. നമുക്ക് ഇന്ന് മുതലേ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇന്ന് മുതൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തി നമുക്ക് ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പം എന്തൊക്കെ ചെയ്യാമെന്നാണ് നമ്മളിത് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യായാമം, ഭക്ഷണശൈലി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. അതിൽ തന്നെ ഭക്ഷണശൈലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ജങ്ക് ഫുഡ്സ്, പിന്നെ കൂടുതൽ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ്സ് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. ഒപ്പം തന്നെ ഷുഗർ ലെവൽ കുറയ്ക്കണം. പെട്ടെന്നൊരു ദിവസം നമുക്ക് പഞ്ചസാര കുറയ്ക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പതിയെ ഷുഗർ ലെവൽ കുറച്ചു കൊണ്ടുവരിക. പക്ഷെ ജങ്ക് ഫുഡ്സും അതുപോലെയുള്ള കൂടുതൽ അങ്ങനത്തെ സ്മോക്ക്ഡ് ഐറ്റംസ് ഫുഡൊക്കെ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ, അതായത് നമുക്ക് പീരീഡ്സ് ഇറഗുലറാന്ന് തോന്നുവാണ്, ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നോർമൽ ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നോർമൽ ആവുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. കാരണം ആസ് ഏർലി ആസ് പോസിബിൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഇറഗുലർ പീരീഡ്സ് വളരെ നോർമലാന്ന് വിചാരിക്കുന്ന കുറേ കുട്ടികൾ നമ്മളെ നാട്ടിലുണ്ട്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ ഇതിനെ കുറിച്ച് കൺസേൺ ആവില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വളരെ സില്ലിയാക്കി എടുക്കുന്ന ഒട്ടും ശരിയല്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാം. പിന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.